Okay, okay. Then once more, good evening. Welcome to PSC Note. നമ്മുടെ സൈക്കോളജിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ബിഫോർ ദാറ്റ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അസ്മിന ആണ്. പിന്നെ സൈക്കോളജിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് നമുക്ക് എല്ലായ്പ്പോഴും റെസ്പോൺസ് മീറ്റ് വഴി പറ്റില്ല. പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണം. ഒരു തംസപ്പ് എങ്കിലും തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ വോയിസ് ഒക്കെ ക്ലിയർ ആണ്. ഇപ്പൊ നമ്മള് ഒരു കേട്ടിട്ടുണ്ട്, റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. നമ്മള് ഈ ക്ലാസ്സില് ചിലപ്പം ഫസ്റ്റ് ടൈമില് കേട്ടിട്ടിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഒന്നോ രണ്ടോ തവണ എഴുതിയിട്ട് ഒന്നോ രണ്ടോ മാർക്കിന്, പലരും മെസ്സേജ് ചെയ്തത് ഒന്നോ രണ്ടോ മാർക്കിന് മിസ്സായി എന്നുള്ള രീതിയിലാണ് ഇപ്പം കുറച്ച് മെസ്സേജസ് കണ്ടത്. അങ്ങനെയുള്ളവരുണ്ടാവാം. പിന്നെ കുറെ ഗ്യാപ്പ് വന്നിട്ട് നമ്മുടെ BEd അല്ലെങ്കിൽ DLEd കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നവരുണ്ടാവാം. അങ്ങനെ പല കാറ്റഗറീസിലുള്ള ആൾക്കാരും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാം. അപ്പൊ നമ്മള് ഇനി ഗ്യാപ്പോ അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള യാതൊരു തോട്ടും വേണ്ട. നമ്മൾ എന്താണ്, ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം കേട്ടറ്റിന്റെ ഒരു റിലവൻസ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലെ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം കേട്ടറ്റുമായിട്ട് പല പല ഡിസ്പാരിറ്റീസ് നിലനിൽക്കുന്നുണ്ട് അല്ലെ. എന്താണ് സുപ്രീം കോടതിയുടെ ആ ഒരു ഓർഡർ, എന്താണ് നിലവിൽ സർവീസിലുള്ളവർ അതെങ്ങനെ ബാധിക്കും, ഇനി നമ്മൾ കേട്ടിട്ട് എങ്ങനെ, നമുക്ക് കേട്ടിട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചിലപ്പം കാറ്റഗറി 2 പാസ്സായാല് കാറ്റഗറി 1 വേണോ എന്നുള്ള ഒരു ഡൗട്ടിൽ പല ആൾക്കാരും ഉണ്ടാവാം. അതായത് നമുക്ക് UP അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ LP അസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 1 ഉണ്ട്, അതേപോലെ തന്നെ കേട്ടിട്ട് കാറ്റഗറി 2 ഉണ്ട്. 1 എന്ന് പറയുമ്പം അത് LP ടീച്ചർ ആവാനുള്ള ഒരു യോഗ്യതയാണ്. 2 എന്ന് പറയുന്നത് UP ടീച്ചർ ആവാനുള്ള യോഗ്യതയാണ്. അപ്പൊ നമ്മൾ നിലവിൽ കേരളത്തിൽ തുടർന്ന് വരുന്നത്, അതായത് കേട്ടിട്ട് കാറ്റഗറി 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് LPയും UPയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡായിരുന്നു ഇതുവരെ. പക്ഷെ ഒരു ഫുൾ ക്ലാരിഫിക്കേഷൻ അതിന് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇനി എന്ത് ചെയ്യണം, നിങ്ങളൊരു DLEd വിത്ത് ഡിഗ്രി ഒക്കെ ഉള്ള ആളാണെങ്കിൽ, അതായത് 2 കാറ്റഗറിയും എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ രണ്ടും തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ചിലപ്പം നമുക്ക് വിധി ഇങ്ങനെ ആവാം. അതായത് LP ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും കാറ്റഗറി 1 ആണ്, ആൻഡ് UPക്ക് മസ്റ്റ് ആയിട്ടും കാറ്റഗറി 2 ആണ്. ഇനിയിപ്പോ 2 ഉണ്ടെന്ന് വിചാരിച്ചിട്ട് LP എഴുതാൻ പറ്റണം എന്നില്ല. ഇതൊരു 100% ക്ലാരിഫിക്കേഷൻ വന്നതല്ല. CTETന്റെ മോഡിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചാൻസ്. സോ നമുക്ക് 1, 2, ഇനി 3 എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ 3. എല്ലാ കാറ്റഗറിയും നമുക്ക് നിർബന്ധമാണ്. ഹൈസ്കൂളാണ് 3 എഴുതണം, UP ആണ് 2 വേണം, LP ആണെങ്കിൽ 1 വേണം. അപ്പം ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സുപ്രീം കോടതിയൊക്കെ എന്ത് വിധിച്ചാലും നമ്മളെ അതെന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതാണ് നിലവിലെ കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പാരിറ്റീസിൽ ഒന്ന്. പിന്നെ സർവീസിലുള്ള ആളുണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ഇല്ല. എല്ലാവർക്കും ഉണ്ടോ? വോയിസിന് ക്ലാരിറ്റി കുറവുണ്ടോ? കട്ടാകുന്നുണ്ടോ? റാഷിക്കൊക്കെ മാത്രാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്, ഞാനൊന്ന് റീജോയിൻ ചെയ്യാം. മേ ബി ഓക്കെ ആവട്ടോ. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് എല്ലാ കാറ്റഗറിയും എഴുതാൻ പറ്റുന്ന കാറ്റഗറി ഒക്കെ എന്ത് ചെയ്യാം, എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ പിന്നെ ഒരു സർവീസിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താണ് കറക്റ്റ് അതിന്റെ കാറ്റഗറി ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കാറ്റഗറി, അതിന്റെ സിലബസ് എടുക്കുക. അതൊന്നും മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം എന്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും എന്താണ് ആത്മാർത്ഥതയോടെ കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ തുടങ്ങണം. ഫസ്റ്റ് വേണ്ടത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും സിലബസ് കയ്യിലില്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട്. ഹലോ, അതെ മാം, വിട്ടു വിട്ടാണ് കേൾക്കുന്നത്. കട്ടാവുന്നുണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്കാണ് കേൾക്കുന്നത്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ആണോ? ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾ നോക്കാം. ഞാൻ മാക്സിമം എന്താണ് ശ്രമിക്കാട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, സിലബസ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അനാലിസിസ് നടത്തുക. സൈക്കോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, EVS, സയൻസ്, സോഷ്യൽ, എല്ലാത്തിലും എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ആദ്യം പഠിച്ചു തീർക്കാൻ നോക്കാം. അത് നമുക്ക് പഠിച്ചു തീർക്കാനാണെങ്കിൽ നമ്മുടെ PSC നോട്ടിന്റെ PSC നോട്ടിന്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും റെഡിയാണ്. നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, ഇഫ് യു നീഡ്, നിങ്ങൾക്ക് അതൊരു കോച്ചിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് PSC നോട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. വ്യക്തമായിട്ടുള്ള നല്ല സ്ട്രാറ്റജിയോടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആ സിലബസ് വൈസ് എന്ത് ചെയ്യാം, നന്നായിട്ട് കണ്ടന്റ് തയ്യാറാക്കുക, പഠിക്കുക. അത് ടൈം ബൗണ്ടഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. മാത്സ് ഒക്കെ ആണെങ്കിൽ മൊത്തം പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവാൻ ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യാൻ മറക്കരുത്. വെറും പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, റിവൈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രാക്ടീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ, ഇപ്പൊ മാത്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അവിടെ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മളിപ്പോ DED ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് സൈക്കോളജി ഒക്കെ കഴിഞ്ഞത്. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ വരുമ്പോൾ. ഡിസ്ക്രിപ്റ്റീവ് ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഒബ്ജക്റ്റീവ് ആവുമ്പോൾ അത് കറക്റ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, ഒരൊറ്റ ആൻസർ മാത്രമേ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ തന്നെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം സൈക്കോളജിയിൽ, ഷുവർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിലൊക്കെ നമ്മൾ തയ്യാറെടുക്കണം. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഈസി ആവണേ മിസ്സേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യന്റെ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ എത്തിക്കും. നിങ്ങൾ ആ ലെവലിൽ എത്തണം. ആ രീതിയിൽ എന്താണ് നമ്മൾ എത്തണം. അതിന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് കടന്നു പോവണം. ഓക്കെ, അപ്പൊ പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു വ്യക്തമായിട്ടില്ല ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഫുള്ള് ഇന്നൊരു 4 മണിക്കൂർ പഠിച്ച് ഇനി നാളെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെന്ന് പറയുന്നത് നിങ്ങള് അവലംബിക്കരുത്. ഒരു ദിവസം ഇത്ര ചുരുങ്ങിയത് 1/2 മണിക്കൂർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനായിട്ട് മാറ്റിവെക്കണം. 1/2 മണിക്കൂർ ഞാൻ പറയുന്നത് പല തിരക്കുകളിൽ ജോലി ചെയ്യുന്നവര്, അമ്മമാര്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം,
ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫ്രം ടുഡേ, ഇന്നു മുതൽ. നാളേക്ക് വെക്കരുത്. നാളേക്ക് വെച്ച് നമ്മൾ എപ്പോഴും എന്താ നാളേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെ ആയിരിക്കും. ഫ്രം ടുഡേ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചിലപ്പോൾ 1-2 പോയിന്റ്സ് ആയിരിക്കാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, എന്നാലും അത് കിട്ടട്ടെ. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും അറിയാം നമ്മളെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയകളാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഏരിയയിൽ അതെന്ത് ചെയ്യാം, കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫേവർ ടൈം. ചിലർക്ക് രാവിലെ ആയിരിക്കും എന്ത് നല്ല സ്റ്റഡി ചെയ്യാനുള്ള ഒരു മൂഡ് വരിക. അപ്പം ആ ഒരു സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ചേഞ്ച് ആക്കിക്കൊണ്ട് ഒരു 100, നമ്മൾ ഒരിക്കലും നമ്മുടെ ബോർഡറിലെ മാർക്ക് വിചാരിക്കരുത് 82 അല്ലെ 90 കടക്കണം എന്ന് വിചാരിക്കാം. നമുക്കൊരു 100 പോകും. കാരണം 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഒരു 50 കളഞ്ഞാൽ നമുക്ക് 100+ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടി വെക്കണം. ആ രീതിയിലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു പാറ്റേണും മനസ്സിലാവും. വോയിസ് കട്ടാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകണം. അപ്പൊ നിങ്ങൾക്കത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. ഓക്കെ, കുറച്ച് പേര് വോയിസ് കട്ടാവുന്ന പറയുന്നുണ്ട്, കുറച്ച് പേര് ഓക്കെ ആന്ന് പറയുന്നുണ്ട്. കട്ടാവുന്നവര് ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ബാക്കിൽ പോയിട്ട് ഒന്ന് റീജോയിൻ ചെയ്യാട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ സിലബസ് ഒന്ന് പഠിക്കണം. നമ്മൾ കാര്യം പഠിക്കുന്നതിന് സിലബസ് ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് സംഘടിപ്പിക്കുക. നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും, അനാലിസിസ് നടത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊരു സെൽഫ് അനാലിസിസും കൂടെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചെയ്യണം. അപ്പം ഞാനൊരു പ്രിഫൈസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വഴിയേ ഇങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാം. അപ്പൊ ഇന്ന് നമുക്ക് ഇത് ലാസ്റ്റ് നടന്ന കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. എല്ലാവരും ഓക്കെ ആണോ? നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നാം, കുറച്ചു പേർക്ക് എന്താ ചിലപ്പോൾ ടഫായിട്ട് തോന്നാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഈ മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോ ഏത് ലെവലിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി മാത്രം എടുത്താൽ മതി. ചിലപ്പോ ഇതൊക്കെ എവിടുന്നാ ക്വസ്റ്റ്യൻ വരുന്നത്, ഇതൊന്നും എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലും ഇരിക്കരുത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എന്താണ്, നമ്മൾ ഫുൾ പഠിച്ച് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ലെവല് മനസ്സിലാക്കുക, എവിടെയൊക്കെയാണോ വീക്കർ, എവിടെയൊക്കെയാണോ സ്ട്രെങ്തൻ എന്നൊക്കെ മനസ്സിലാക്കാൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് കൺസിഡർ ചെയ്താൽ. നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല? ഉണ്ട്. അപ്പൊ നമ്മൾ കാറ്റഗറി 1 നടന്ന ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗത്തുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 30 മാർക്ക് 30 ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 30 ക്വസ്റ്റ്യൻ ആണ്. ആ 30 ക്വസ്റ്റ്യന് ഓരോന്നിനും ഓരോ മാർക്കാണ്. എല്ലാവർക്കും അറിയാം കേട്ടിട്ട് എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏതു തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ. ബി വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ. സി അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ.
ഓപ്ഷൻ ഡി പ്രകൃതിപരമായ ബുദ്ധി ഓർ ഡി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? വ്യക്തിയേതര ബുദ്ധി. മാം വ്യക്തിയാന്തര ബുദ്ധി. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ അല്ലേ? ഇതില് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്? മറ്റുള്ളവർ, മറ്റുള്ളവർ ഇങ്ങനെ. അതായത് നമ്മള് ഇന്റലിജൻസ് പഠിക്കുമ്പോൾ ഇതൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആട്ടോ. ഇന്റലിജൻസിന്റെ ഏരിയയിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പം അത് ഈ ഹവാർഡ് ഗാർഡ്നറുടെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഹവാർഡ് ഗാർഡ്നറെ പഠിച്ചാൽ നമുക്ക് 1 മാർക്ക് ഉറപ്പാണ്. അത് വെരി സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് വേണം. അപ്പൊ മറ്റുള്ളവര് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കോമൺലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്ലാസ് റൂമില് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ മിലി എന്ന കുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ളവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ മിടുക്കിയാണ്. അപ്പൊ ഈ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും എന്താണ്, വ്യക്തിയാന്തര ബുദ്ധിയാണ്. അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കാനും എന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ, എന്റെ വീക്കർ മനസ്സിലാക്കാൻ അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് തരം ബുദ്ധിയായിരിക്കും ഉണ്ടാകുക? ആന്തരിക വൈയക്തിക ബുദ്ധി. യെസ്, ആന്തരിക അല്ലെ? അപ്പം ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും മാറിപ്പോവരുത് കേട്ടോ. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അത് ഇന്റർ ആണ്, സ്വന്തം ആണെങ്കിൽ അത് ഇൻട്രാ ആണ് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തത്. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്? ശൈശവം ഓർ ഇൻഫാൻസി, ആദിബാല്യം ഏർലി ചൈൽഡ്ഹുഡ്, പിൽക്കാല ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ്, മധ്യബാല്യകാലം മിഡിൽ ചൈൽഡ്ഹുഡ്. കോമൺലി കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക ഏത് കാലം തൊട്ടായിരിക്കും? ആദ്യ ബാല്യകാലം. ആദിബാല്യം അല്ലെ? അതായത് അവർ ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫുള്ളി കളിപ്പാട്ടങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത് ആദിബാല്യം ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ എല്ലാ സ്റ്റേജസ്, ശൈശവം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഈ ബാല്യത്തെ തന്നെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അഡോളസെന്റ് വരുന്നുണ്ട്. അങ്ങോട്ട് പിന്നെ അങ്ങനെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഓരോ ചില സ്റ്റേജിന് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇപ്പം അഡോളസെന്റ് ആണെങ്കിൽ കൊടുങ്കാറ്റിന്റെയും സ്ട്രെസ്സിന്റെയും ഒക്കെ പീരീഡ് എന്നൊക്കെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കും. അങ്ങനെയുള്ള ഒരു വിശേഷണമാണ് ഏർലി ചൈൽഡ്ഹുഡിനുള്ള വിശേഷണം. എന്താണ്? കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയേജ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു 30 പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഇന്ന് കഴിയുമ്പോൾ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇത് മറക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ വർക്കിന്റെ അടുക്കോ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. യെസ്, മറ്റുള്ളവരുമായി എന്ന് പറയുമ്പോൾ അത് ഇന്റർപേഴ്സണൽ ആണല്ലോ, ഏർലി ചൈൽഡ്ഹുഡ് ആണല്ലോ കളിപ്പാട്ടങ്ങളുടെ കാലം. പിന്നെ അത് മറക്കരുത്, അതിന്റെ ബാക്കി നമുക്ക് ബിൽഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തന ക്രമം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ശ്രവണം, ഭാഷണം, ലേഖനം, വായന. ഓപ്ഷൻ ബി ശ്രവണം, ലേഖനം, ഭാഷണം, വായന. ഓപ്ഷൻ സി ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഓപ്ഷൻ ഡി ശ്രവണം, വായന, ലേഖനം, ഭാഷണം. ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് അല്ലെ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഇതിൽ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ ഒരു ഹിന്റ് ഉണ്ട്. എന്താണ്? ഈ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റേ നമ്മളെ കുട്ടികളായാലും ആരാണ് നമ്മൾ എഴുതിക്കുക ലാസ്റ്റ് ആണ്. ചെറിയ മക്കളാണ് നമ്മൾ പാട്ടിലൂടെ പഠിപ്പിക്കുന്നു, കഥയിലൂടെ പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവരെ നമ്മൾ എഴുതിപ്പിക്കാറുള്ളൂ.
അതുകൊണ്ട് അത് തന്നെ ഒന്ന് ഓർത്താൽ മതി. ഈ ലേഖനം എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. എന്ത് മൂന്നാമത്തതായിട്ട് ലാസ്റ്റ് വരുന്നത് അതിൽ മാത്രമാണ്. അപ്പം ആ രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ വിട്ടുകളയരുത്. എവിടെയെങ്കിലും ഒരു ഹിന്റ് എങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അടുത്തത്, വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അപ്പം ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. വികാസം അനുസ്യൂതമാണ്. വികാസം ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഡെവലപ്മെന്റ് ഈസ് ലീനിയർ. വികാസം രേഖീയമാണ്. അപ്പൊ ശരിയല്ലാത്തത് ഏത് എന്ന് നോക്കിക്കൂ, ഏതായിരിക്കും? വികാസം രേഖീയമാണ്. വികാസം രേഖീയമാണ് എന്നുള്ളത് ഒരു തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഡെവലപ്മെന്റ് പഠിക്കുമ്പം ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ എന്നും പറഞ്ഞിട്ട് ഒരു 14ഓളം എന്തുണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ്, അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം വികാസം രേഖീയമാണ്, അപ്പൊ അത് തെറ്റാണ്. അതിന്റെ ശരിയായിട്ടുള്ള രൂപം എന്തായിരിക്കും? ലീനിയർ അല്ല. ഏത് മോഡിലായിരിക്കും പിന്നെ ലീനിയർ അല്ലെങ്കിൽ പിന്നെ ഏത് രീതിയിലായിരിക്കും? ശാസ്ത്രീയമാണ്. യെസ്, ഡെവലപ്മെന്റ് ഈസ് സ്പൈറൽ അല്ലെങ്കിൽ വികാസം ചാക്രികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. ഈ ഡെവലപ്മെന്റ് എവിടെ നിന്ന് മുതൽ തുടങ്ങുന്നുണ്ട്? ശൈശവ കാലഘട്ടം മുതൽ. ശൈശവ കാലഘട്ടം മുതലാണോ വികാസം? ജനനം ഓക്കെ, മുതൽ. കുഴപ്പമില്ല. അതായത് നമ്മുടെ ബേർത്തിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വികാസം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന സമയം തന്നെ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒരു സൈഗോട്ട് ആവുന്ന ആ സമയം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്? വികാസം തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് വളർച്ചയാണ് എന്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാലൊക്കെ തുടങ്ങുന്നത്. അപ്പൊ വികാസം ഒരു ബർത്ത് ടു ഡെത്ത് വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് 3-4 ക്ലാസ് ഡെവലപ്മെന്റിനെ തന്നെ വേണം. ഇപ്പൊ അതെന്തല്ല, മുന്നേ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അത് മരണം വരെ എന്ത്, ഈവൻ മരണക്കിടക്കയിൽ പോലും വികാസം നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു ബർത്ത് ടു ഡെത്ത് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത് പഠന പോഷക ഉൽപ്പന്നങ്ങൾ, പിന്തുണാ പാഠങ്ങൾ, അനുപൂരക പാഠപുസ്തകങ്ങൾ, അധിക പുസ്തകങ്ങൾ. അനുപൂരക പാഠപുസ്തകം. അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അനുപൂരക പാഠപുസ്തകങ്ങളാണ് അല്ലെ. ഓക്കെ, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ഉത്കണ്ഠ, സാമൂഹികത, അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത. കായികശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹികത. വാചാലത, വിവ്രജന ചിന്ത, പ്രശ്ന പരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠ. സി. ഓപ്ഷൻ സി ആണ് അല്ലെ. അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെട്ടതാണ് ഈ 5 വാചാലത, വിവ്രജന ചിന്ത, പ്രശ്ന പരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത എന്ന് പറയുന്നത്. ഈ സാമൂഹികത അല്ലെങ്കിൽ അപകർഷത, ഇതൊന്നും ഉത്കണ്ഠ, ഇതൊന്നും എന്തിലില്ല, ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെട്ടതല്ല. അടുത്തത്, മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ
ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിനെ അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? രൂപ പശ്ചാത്തല നിയമം, തുടർച്ചാ നിയമം, സാമീപ്യ നിയമം, സാമ്യതാ നിയമം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അല്ലെ. രൂപ പശ്ചാത്തല നിയമം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ ആണ് അല്ലെ. നമ്മൾ ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ലോസ് പഠിക്കാറുണ്ട്. ഗെസ്റ്റാൾട്ട് ലോസ് ആണ് എന്ത്? ഈ ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ചാ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി സാമീപ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി സാമ്യത നിയമം. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്റലിജൻസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 12 വയസ്സുള്ള അഹന്റെ ബുദ്ധിമാനം 125 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അഹന്റെ മാനസിക വയസ്സ് 10, അഹന്റെ മാനസിക വയസ്സ് 12, 15, 16. ഇതിലേതായിരിക്കും ശരിയായത്? അതായത് അവന്റെ കാലിക വയസ്സ് തന്നിട്ടുണ്ട്, മാനസിക വയസ്സാണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എത്രയായിരിക്കും ആൻസർ വരിക? എത്രയാ വരിക? അഹാന്റെ മാനസിക വയസ്സ് 12 അതാണോ? ബി ആണോ? കാലിക വയസ്സാണ് 12, അതായത് ക്രൊണോളജിക്കൽ ഏജ് ആണ് 12 തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ അല്ലേ? 15 അല്ലെ? 15 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ നമ്മള് ഇതിനുള്ളൊരു ബുദ്ധിമാനം IQ ഇന്റലിജൻസ് കോഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. MA/CA × 100. MA/CA × 100 ആണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ. ഇത് തന്നിട്ടുണ്ട് എത്ര? 125 തന്നിട്ടുണ്ട്. മാനസിക വയസ്സും തന്നിട്ടുണ്ടല്ലോ. സോറി, കാലിക വയസ്സ് തന്നിട്ടുണ്ട് 12. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്രയാണ്? 15 എന്നുള്ള ഉത്തരം കിട്ടും കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള ഏരിയയാണ്. അതായത് ഈ ഇന്റലിജൻസ് കോഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിന്റെ കാറ്റഗറീസ് ഉണ്ടല്ലോ, ബുദ്ധിമാന്മാർ, ആവറേജ്, മൂഢബുദ്ധി, ജഡബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഈ ഇന്റലിജൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ആ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഈ IQ ആയിട്ട് ബന്ധപ്പെട്ട ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാം. ഈ IQ എന്ന് പറയുന്നത് 100 ഒരു കുട്ടിയുടെ IQ 100. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? IQ 100 അങ്ങനെയാണെങ്കിൽ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? രണ്ടും സെയിം ആവൂലേ? രണ്ടും സെയിം ആവും അല്ലെ? ഓക്കെ. അപ്പം IQ എപ്പോഴാണ് 100 എന്ന് ചോദിക്കുമ്പം, അതായത് ഇവിടെ പലരും വിചാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, MA/CA 1 കേട്ടോ. MA/CA × 100 ആണല്ലോ. അപ്പം ഇവിടെ 1 മാത്രമേ എന്ത് ചെയ്തുള്ളൂ? 1 × 100 എന്ന് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം. ഇത് ഇപ്പൊ മനസ്സിലായില്ല എന്ന് വിചാരിച്ച ആരും എന്ത് ചെയ്യണ്ട, പേടിക്കൊന്നും കേട്ടോ. ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഒരു കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജും അല്ലെങ്കിൽ കാലിക വയസ്സും മാനസിക വയസ്സും തുല്യമായാൽ ആ കുട്ടിയുടെ IQ എന്ന് പറയുന്നത് 100. മാനസിക വയസ്സ് കൂടുതലും കാലിക വയസ്സ് കുറവുമാണെങ്കിൽ
അതായത് മാനസിക വയസ്സ് മുകളിലാണ്, ബാലിക വയസ്സ് താഴെയാണ്. ഇതാണ് കൂടുതലെങ്കിൽ 100-നേക്കാട്ടും കൂടുതലായിരിക്കും IQ. താഴെ ക്രൊണോളജിക്കൽ ഏജ് ആണ് കൂടുതലെങ്കിൽ IQ കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ പല രീതിയിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അടുത്തത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്ന ഏത് തരം പഠന വൈകല്യമാണ്? വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം? പ്രയോഗ വൈകല്യം അല്ലെ. ബാക്കി 3 നമുക്ക് കൂളായിട്ട് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം അല്ലെ. പിന്നെ കുറച്ചും കൂടെ ഒരു ടഫായിട്ട് ചോദിച്ചൊരു, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേര് നയി നാരി 3.0, നയി ചേതന 3.0, നയി അഭിയാൻ 3.0, നയി രാസ്ന 3.0, നയി രാസ്ത 3.0. ഇതിലേതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. നയി ചേതന 3.0 ആണ്. അടുത്ത ചോദ്യം, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നതിന് പറയുന്നത് പഠനഘടന, അഡ്വാൻസ് ഓർഗനൈസർ, ആശയചിത്രം, ചിന്താചിത്രം? ആശയചിത്രം അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു കോൺസെപ്റ്റ് മാപ്പാണ്. ഇവിടെ നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്താണ്, ഒരു പാഠത്തിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി ഒരു ബ്രീഫ് ആയിട്ട് എടുക്കുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ. ബട്ട് ഇവിടെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കോൺസെപ്റ്റ് മാപ്പിലോട്ടേക്ക് തന്നെ പോകാം. അടുത്തത്, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് മൈക്രോ ടീച്ചിങ്, അനുഭവാധിഷ്ഠിത രീതി, സംവാദാത്മക പഠനം, പ്രതിക്രിയാ പഠനം. നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്, ഒരു ട്വിസ്റ്റും ഇല്ലാണ്ട് ഡയറക്റ്റ് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് വായിച്ചവർക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പഠന രീതിയാണ് പ്രതിക്രിയാ പഠനം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത്, സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെടുത്തി ഇത് എന്തിനു ഉദാഹരണമാണ്? ഓപ്ഷൻ എ ചോദക വിവേചനം, ഓപ്ഷൻ ബി ചോദക സാമാന്യവൽക്കരണം, ഓപ്ഷൻ സി ചോദക നിയന്ത്രണം, ഓപ്ഷൻ ഡി വിലോപം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് അല്ലെ. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് അല്ലെ. നമ്മുടെ കണ്ടീഷനിങ്ങുമായിട്ട്, പാവ്ലോവിന്റെ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഓക്കെ, അടുത്തത്, പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? ഓപ്ഷൻ എ കുട്ടിയുടെ മാതൃഭാഷ, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് പഠന മാധ്യമം, ഓപ്ഷൻ സി ഹിന്ദി പഠന മാധ്യമം, ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം? പ്രൈമറി തലത്തിൽ ഓപ്ഷൻ എ ആണ് അല്ലെ. കുട്ടിയുടെ മാതൃഭാഷയാണ് ഏറ്റവും അനുയോജ്യം അല്ലെ. പ്രത്യേകിച്ച് പ്രൈമറി തലം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മക്കളാണ്. ഓഫ് കോഴ്സ് അവർക്ക് എന്താണ്, മദർ ടങ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെ. ദെൻ അടുത്ത 15ാമത്തെ ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ
ചുവടെയുള്ള ചിത്രത്തിൽ ലെവൽ 5 ഏറ്റവും ഉയർന്ന തലത്തിൽ ആവശ്യമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വം, ആദരിക്കാനുള്ള ആഗ്രഹം, ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം. യെസ്, ഓപ്ഷൻ ഡി ആണ് ആത്മസാക്ഷാത്കാരമാണ് അല്ലെ. ഇവിടെയാണെങ്കിൽ ഇനി അതൊന്നാണെങ്കിലോ? ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക അല്ലെ. പിന്നെ സുരക്ഷിതത്വം, ആദരിക്കാനുള്ളത്, ഓക്കെ അല്ലെ, സ്നേഹിക്കപ്പെടാനൊക്കെയുള്ള ആഗ്രഹം അല്ലെ. ഓക്കെ. 16ാമത്തെ ചോദ്യം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യ ബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ അഹം ഈഗോ, ഓപ്ഷൻ ബി ഈത്, ഓപ്ഷൻ സി അത്യഹം ഓർ സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഈഗോ. അഹമാണ് അല്ലെ. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈഗോ ആണ് അല്ലെ. ദെൻ സൂപ്പർ ഈഗോ ഏത് തത്വവുമായി ബന്ധപ്പെട്ടതായിരുന്നു? മൊറാലിറ്റി ബേസ്ഡ് ആണെങ്കിൽ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണെങ്കിൽ അത് സൂപ്പർ ഈഗോ ആണ്. ഇനി പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണ്? ഇത്. ഇതാണ് അല്ലെ. ഓക്കെ ഓക്കെ, ഗുഡ്. 17ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്താൻ പറയുന്നു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈഗോ അല്ലേ? ഈഗോ ആണ്. ഈഗോ ആണ്, ഈഗോ. ഓക്കെ ഓക്കെ. 17ാമത്തെ. ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസറ്റ് ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായ അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയ സ്വാംശീകരണം എന്ന രീതി മുന്നോട്ട് വെച്ചത് ആരാണ്? കോൺസെപ്റ്റ് ഫോർമേഷൻ, ആശയ ചിത്രീകരണം, ആശയ സ്വാംശീകരണം ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണോ, വൈഗോട്സ്കി ആണോ, നോം ചോംസ്കി ആണോ, ഇ.എൽ. തോണ്ടേക്ക് ആണോ? ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ ആണ് അല്ലെ. ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 18ാമത്തെ ചോദ്യം. സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിച്ച സിദ്ധാന്തമാണ് പഠന നിയമത്രയം ഓർ ട്രിയോളജി ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി അനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് കണ്ടീഷനിങ്. ഓപ്ഷൻ സി പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷൻ. ഓപ്ഷൻ ഡി ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം, ഗെസ്റ്റാൾട്ട് തിയറി. അപ്പം ഈ റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആര് വരണം? ഓപ്ഷൻ ഏതാ പറയൂ? അനുബന്ധന സിദ്ധാന്തം. പ്രബലനം തിയറി ഓഫ് കണ്ടീഷനിങ് ആണോ? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തമാണ് കേട്ടോ. തിയറി ഓഫ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിലാണ് പ്രബലനത്തിന്റെ എന്താണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് തോണ്ടേക്കിൻ്റെതാ? അല്ല, സ്കിന്നർ ആണ്. സ്കിന്നർ. ഓക്കെ. സ്കിന്നർ ആണ് മെയിൻലി എന്ത് ചെയ്യുന്നത്? പ്രബലനം അല്ലെങ്കിൽ റീൻഫോഴ്സ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്കിന്നർ റീൻഫോഴ്സ്മെന്റ് ഗോസ് ടു സ്കിന്നർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. അടുത്തത്. ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? കഥ പറയൽ, പാട്ടുപാടൽ, കളിയിൽ ഏർപ്പെടൽ, ചിത്രരചന. കളിയിൽ ഏർപ്പെടൽ. ഓപ്ഷൻ സി ആണ് അല്ലെ, കളിയിൽ ഏർപ്പെടലാണ് അല്ലെ.
ഓക്കെ. ദെൻ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ചോദ്യമാണ്, ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ചാൾസ് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം? ജി ആൻഡ് എസ് ഫാക്ടർ, വി ആൻഡ് എം ഫാക്ടർ, ജി ആൻഡ് എഫ് ഫാക്ടർ, എ ആൻഡ് സി ഫാക്ടർ. ജി ഫാക്ടർ എസ് യെസ്, ഫാക്ടർ. ജി ഫാക്ടറും എസ് ഫാക്ടറും, അല്ലെങ്കിൽ ജി ഘടകവും എസ് ഘടകവും അല്ലെ? കറക്റ്റ് ആണ്. അടുത്തത്, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മിസ് അതിന്റെ ആൻസർ ഒന്നുകൂടി ഓപ്ഷൻ കഴിഞ്ഞ answer ഒന്ന് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. 21ാമത്തെ ചോദ്യം, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, വികാരങ്ങൾ തീവ്രമാണ്. ഓപ്ഷൻ ബി, വികാരം പ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് ഇമോഷൻസ് ആർ ഫ്രീക്വന്റ്. ഓപ്ഷൻ സി, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്. ഇമോഷൻസ് ആർ ടെമ്പററി. ഓപ്ഷൻ ഡി, വികാരങ്ങൾ സ്ഥിരമാണ്. ഇമോഷൻസ് ആർ സ്റ്റേബിൾ. അപ്പം വാട്ട് ഈസ് റോങ് ആണ്? ശരിയല്ലാത്ത പ്രസ്താവനയാ ചോദിച്ചത്. വികാരങ്ങൾ സ്ഥിരമാണ്. വികാരങ്ങൾ സ്ഥിരമാണ്, തെറ്റാണ് അല്ലെ? കുട്ടികൾ വികാരങ്ങൾ സ്ഥിരമാണെങ്കിൽ കരഞ്ഞാൽ പിന്നെ നിർത്തൂല, ചിരിച്ചാൽ പിന്നെ നിർത്തൂല. അപ്പൊ അങ്ങനെയല്ല, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേ ബി നമ്മൾ ചിരിപ്പിച്ചാൽ അവര് ചിരിക്കാൻ സാധ്യതയുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പേടിപ്പിച്ചാൽ അവർ പെട്ടെന്ന് കരയാനും സാധ്യതയുണ്ട്. സോ അത് എന്തായാലും സ്റ്റേബിൾ അല്ല, ടെമ്പററി മാത്രമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, RTI ആക്ട് 2009 ഇന്ത്യ ഗവൺമെന്റ് ബാധകമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലാകമാനം, ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മാത്രം, ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഇന്ത്യ മുഴുവൻ. ഒരു ട്വിസ്റ്റ് ആണല്ലോ, എല്ലാ ഓപ്ഷൻസും ഒരുപോലെ. RTI ആക്ട് ആർക്കൊക്കെയാണ്? സോറി, RTI അല്ല, RTE ആണ് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്, മറ്റേത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. ആർക്കൊക്കെയാണ് RTE ആക്ട്? ഈ RTE ആക്ട് കൊണ്ടാണ് നമ്മളിപ്പോ കുടുങ്ങിയിട്ടുള്ളത് അല്ലെ? നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം. ഓപ്ഷൻ എ, ഇന്ത്യയിലാകമാനം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. മേ ബി നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി തന്നിട്ടുണ്ടാവാം. പക്ഷെ കറക്റ്റ് ഇപ്പൊ റെക്ടിഫൈഡ് കീ വന്നപ്പോൾ ഓപ്ഷൻ എ ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കൺഫേം ചെയ്തിട്ടുണ്ട്. ദ ഹോൾ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്? RTE 2009 എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ RTE ആക്ടിന്റെ പിൻബലത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും കേട്ടിട്ട് നിർബന്ധമാണ് എന്നുള്ള ഒരു സുപ്രധാന നിയമം കൂടെ പാസ്സാക്കുന്നത് കേട്ടോ. അതായത് അധ്യാപകരായിട്ട് നിയമിക്കപ്പെടണമെങ്കിൽ അവർക്ക് ആ ഒരു അധ്യാപന മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് വേണം. അക്കാദമിക്കല് മാത്രം പോരാ. അപ്പം ആ കഴിവൊക്കെ നേടണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അഭിരുചി പരീക്ഷ പാസ്സായാൽ മാത്രമേ നേടാൻ പറ്റൂ എന്നുള്ളതാണ് ഈ RTE ആക്ടിലൂടെ പറയുന്നത്. അതിലൊരു പ്രൊഫഷൻ മാത്രമാണ് കേട്ടോ കേട്ടിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെന്ന് തന്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമായോജന തന്ത്രം ഓർ ഡിഫൻസ് മെക്കാനിസം എന്താണ്? പശ്ചാത്ഗമനം റെഗ്രഷൻ, യുക്തീകരണം റേഷണലൈസേഷൻ, പ്രക്ഷേപണം പ്രൊജക്ഷൻ, ആദേശനം ഡിസ്പ്ലേസ്മെന്റ്. ഓപ്ഷൻ സി ആണോ? സി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ആദേശമാണ്. യെസ്, ആദേശനമാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഈ പശ്ചാത്ഗമനം എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താണ്, രണ്ട് മക്കളൊക്കെയുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതാണെന്ന് കരുതാം. അപ്പം മറ്റേ മൂത്ത കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചിലപ്പം ഈ മൂത്ത കുട്ടി എന്ത് ചെയ്യാം, ഇളയ കുട്ടി കരയുന്നത് പോലെ അല്ലെങ്കിൽ ചെറിയ മോൻ കരയുന്നത് പോലെ കരയൊക്കെ ചെയ്യാം.
അതായത് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മുൻകാലത്തിലേക്ക്, അതായത് മുന്നേയുള്ള ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു സമായോജന തന്ത്രമാണ് എന്ത്, റെഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായ കാരണങ്ങൾ വഴി എന്ത് ചെയ്യാം, ന്യായീകരിക്കാം. ഇപ്പൊ ഇവിടെ ലൂക്കിന് വേണമെങ്കിൽ പല രീതിയിൽ എന്ത് ചെയ്യാം, തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാമായിരുന്നു, പക്ഷെ അതിന് ലൂക്കിന് കഴിഞ്ഞില്ല. ഇപ്പൊ യുക്തീകരണം എന്ന് പറഞ്ഞാല് തെറ്റായ കാരണങ്ങൾ, ഇപ്പൊ എക്സാമിന് തോറ്റു കഴിഞ്ഞാല് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഒരു റോങ് കാരണമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതിനെയാണ് നമ്മൾ യുക്തീകരണം എന്ന് പറയാം. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കുറ്റം ചുമത്തുക എന്നുള്ളതാണ്. അവൻ കാരണമാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മേലേക്ക് എന്ത് ചെയ്യാം, പഴി ചാരുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയാം. ആദേശം എന്ന് പറഞ്ഞാല് ചിലപ്പം നമ്മള് രാവിലെ ടീച്ചർ ഭയങ്കര കലിപ്പായിരിക്കും ക്ലാസ്സിൽ വന്നല്ലേ, വിത്തൗട്ട് റീസൺ, ഒരു കാരണമില്ലാതെ ടീച്ചറും നമ്മളോട് ചിലപ്പം കലിപ്പിലൊക്കെ ക്ലാസ്സിലേക്ക് വരുന്നത് കാണാം. അത് മേ ബി വീട്ടിലുള്ള വഴക്കിന്റെ ബാക്കിയായിരിക്കാം. അങ്ങനെ ഒരു സ്ഥലത്തുള്ള കാര്യം മറ്റൊരു സ്ഥലത്ത് ചെന്ന് തീർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ആദേശനം എന്ന് പറയാം. മോസ്റ്റ്ലി എന്താണ്, HMന്റെ അടുത്തുനിന്ന് ചീത്ത കിട്ടിയ ഒരു സാറ് ക്ലാസ്സിൽ വന്ന് കുട്ടികളെ ചീത്ത പറയുന്നു ഒരു കാരണമില്ലാതെ, അതൊക്കെ എന്താണ്, ആദേശനം. ഈ നമ്മൾ പഴഞ്ചൊല്ല് പറയില്ലേ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പാണ് എന്ത്, ഡിഫൻസ് മെക്കാനിസം ആണ് ആദേശനം കേട്ടോ. ഒരു 10-11 ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഫ്രോയിഡിന്റെ തിയറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഫ്രോയിഡ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫ്രോയിഡ് ഏത് തിയറിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു? സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് ആണ് അല്ലെ, മനോവിശ്ലേഷണ സമീപനത്തിന്റെ വക്താവാണ് ഫ്രോയിഡ്. ഫ്രോയിഡിൻ്റെതാണ് ഇത് ഈഗോ, സൂപ്പർ ഈഗോ, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ആൻഡ് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് ബാഹ്യാഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണ, നീതിബോധം, മത്സരബുദ്ധി. ഏതാണ് ആൻസർ വരിക? ആന്തരിക അഭിപ്രായം. ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അടുത്തത്, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് അധ്യാപകർ ക്ലാസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഫലപ്രദമായി ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അനിത ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര ഗവേഷണ രീതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? കേസ് സ്റ്റഡി, ക്ലിനിക്കൽ രീതി, ക്രിയാ ഗവേഷണം, സോഷ്യോമെട്രി. ഏതാണ്? ഓപ്ഷൻ ആക്ഷൻ സി ആണ് റിസർച്ചാ. കേട്ടോ. ആക്ഷൻ റിസർച്ച്, ക്രിയാ ഗവേഷണമാണ് കേട്ടോ. ഈ കേസ് സ്റ്റഡി എന്നൊക്കെ പറയുമ്പം അതെന്താണ്, ഒരൊറ്റ വ്യക്തിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി. ഒരു കേസിനെ സെലക്ട് ചെയ്യുന്നു, ആ കേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് മനോരോഗ ബാധിതരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. ക്രിയാഗവേഷണമാണ്, ക്ലാസ്സിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠനം നടത്തുന്നത്. സോഷ്യോമെട്രി എന്ന് പറയുമ്പം ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പാണ് നമ്മൾ സോഷ്യോമെട്രിയിലൂടെ അളക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇരുപത്തി ആറാമത്തെ ചോദ്യം,
പഠിതാവിന്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ ഏതാണ്? ഒരു ടേമിന്റെയോ വർഷത്തിന്റെയോ അന്ത്യത്തിൽ നടക്കുന്ന വിലയിരുത്തൽ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കുട്ടിയുടെ പഠന സന്നദ്ധതയുടെ വിലയിരുത്തൽ. ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഓപ്ഷൻ ബി. നിരന്തരം അതാണോ? ഒന്നുകൂടെ ഓപ്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ. ഡി. ഓപ്ഷൻ ഡി. നമുക്ക് എല്ലാ രീതിയിലും എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കുട്ടിയുടെ എല്ലാ മേഖലയിലേക്കുള്ള ഇവാലുവേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ടേമിന്റെയോ വർഷത്തിന്റെ അന്ത്യത്തിൽ നടത്താം, നിരന്തരം വിലയിരുത്താം, പഠന സന്നദ്ധതയുടെ വിലയിരുത്താം. എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത് 27ാമത്തെ ചോദ്യം. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് ചാക്രികാരോഹണ രീതി, പ്രതിക്രിയാ രീതി, പ്രതിഫലനാത്മക രീതി. പറയൂ. 26 ഡി ആണ്. ഓക്കെ ഓക്കെ. 27ാമത്തെ ചോദ്യം. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ചാക്രികാരോഹണ രീതി, ഓപ്ഷൻ ബി പ്രതിക്രിയാ രീതി, ഓപ്ഷൻ സി പ്രതിഫലനാത്മക രീതി, ഓപ്ഷൻ ഡി രേഖീയ രീതി. ഓപ്ഷൻ എ ചാക്രികാരോഹണ രീതി. സ്പൈറൽ മെത്തേഡ് ആണ് അല്ലെ? ചാക്രികാരോഹണ രീതിയാണ് പുതിയ അറിവുകള് നിരന്തരം കൂട്ടിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ? ഓക്കെ. 28ാമത്തെ ചോദ്യം. യങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമൂലമായിരിക്കുന്നത്? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. സ്വയം കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഈഗോസെൻട്രിസം എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആണ്. യെസ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓർ പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് കേട്ടോ. സ്ക്രീന് കാണുന്നില്ലേ? കാണാൻ പറ്റുന്നില്ല? ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നില്ലേ? അതെന്താ അങ്ങനെ? സന്ധ്യക്ക് മാത്രാണോ? ബാക്കി ആർക്കും കാണാത്ത പ്രശ്നമുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്ത പ്രശ്നമുണ്ടോ? ഇല്ല മാം, കാണാം. ഇടയ്ക്ക് കാണുന്നില്ല, ഇടയ്ക്ക് എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ. ഓക്കെ. 29ാമത്തെ ചോദ്യം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? ചോദ്യം ശ്രദ്ധിക്കണം. അനുയോജ്യമല്ലേ? 2 പേരുടെ ഗ്രൂപ്പ്, 3 പേരുടെ ഗ്രൂപ്പ്, 5 പേരുടെ ഗ്രൂപ്പിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി. എല്ലാ കുട്ടികളും ചേർന്നത്. ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി, എല്ലാ കുട്ടികളും ചേർന്നുള്ള ഗ്രൂപ്പ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമന്റെ ഈ നീതിബോധം
ഹാൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, യാഥാസ്ഥിതിക സദാചാരഘട്ടം, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. സൈക്കോളജി പഠിക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ടഫ് തോന്നുന്നുണ്ടെങ്കിൽ അത് കാൾബർഗിന്റെ തിയറി ആയിരിക്കും. പക്ഷെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കേട്ടോ, യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് എന്താ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട മുൻ പഠനങ്ങൾ, അതായത് DLED BEd സമയത്തുള്ള പഠനം അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ സമയത്തുള്ള ഒരു പഠനം മാത്രം. പക്ഷെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് രീതിയിലേക്ക് വരുമ്പോൾ സൈക്കോളജി നല്ല സിമ്പിൾ ആണ്. പക്ഷെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് നമുക്ക് എന്തില്ല, ബൈഹാർട്ട് ചെയ്യാനില്ല. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 27 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. കാരണം സൈക്കോളജിയിൽ പുതിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പഠിക്കാനില്ല. ഓൾഡ് തിയറീസും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഒന്നോ രണ്ടോ നമ്മൾ നൈസ് ചെയ്തൻ 3.0 എന്ന് പറയുന്ന പോലത്തെ പിന്നെ അമെന്റ്മെന്റ്സുകൾ ചിലപ്പം RTE ആക്ടില് എന്തൊക്കെ ചിലപ്പം നമ്മൾ ഈ വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പുതിയ സ്കീമുകള് നിയമങ്ങള് അല്ലാതെ ഒരു കാര്യം എന്തില്ല, പുതുതായിട്ട് പഠിക്കാനില്ല. സോ പഠിച്ചാല് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒന്നോ നേരത്തെ രണ്ടോ വെച്ച് ആൾക്കാർ നോക്കുകയാണെങ്കിൽ സൈക്കോളജി ഈ പ്രാവശ്യം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു അല്ലെ സൈക്കോളജി? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ സിലബസ് ഒക്കെ കവർ ചെയ്ത ഒരാളുടെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എന്തില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊന്നും വന്നില്ല. എല്ലാം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം ഇനി നമുക്ക് എനിക്ക് ഒരു ഇങ്ങനെയാവണമെന്നില്ല. മാർക്കിനാണ് ഇപ്രാവശ്യം പോയത്. എന്താണ്? എനിക്ക് 1 മാർക്കിനായിരുന്നു ഇപ്രാവശ്യം പോയത്. 89 മാർക്ക് ഉണ്ടായിരുന്നു. ആണോ? പലരും സൈക്കോളജി ഒരുപാട് ആൾക്കാർ, ഒരു 50-ൽ കൂടുതൽ എങ്ങാനും ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 മാർക്കിന് പോയി മിസ്, 1 മാർക്കിന് പോയി. അതും ജനറൽ കാറ്റഗറിയും മറ്റേ റിസർവ് അതെ എല്ലാം. അതെ, ഭയങ്കര സങ്കടമായിരുന്നു. 89 വന്നിട്ട് നിന്ന്. കുഴപ്പമില്ല, നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ബോർഡറിൽ നമ്മൾ വിചാരിക്കരുത്. നമുക്കൊരു 100+ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാതെ ഒരു കാൽക്കുലേഷൻ കൊടുക്കണം. കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഒരു വിജയത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലാണുള്ളത്. ഇനി പിന്നോട്ടടിക്കരുത്, പൂർവാ ശക്തിയോടെ മുന്നോട്ട് തന്നെ പോവാം. ഓക്കെ. ഓക്കെ. എല്ലാ സബ്ജക്റ്റിനേക്കാളിലും പഠിക്കാൻ എളുപ്പം സൈക്കോളജിയാണ്. അതെ അതെ, സൈക്കോളജി എളുപ്പമാണ് ഒരു മനസ്സിലാക്കി ലോജിക്കാണ്. കഴിഞ്ഞാൽ. അതെ. പിന്നെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യന് നമ്മളൊരു എന്താ പറയാ, ബുദ്ധിമുട്ടാക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാ അതെ ഭാഗവും കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ പിന്നെ ഈ ഇംഗ്ലീഷ് മലയാളമാണ് ബുദ്ധിമുട്ടായി വന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈസിയുള്ള ഭാഗം എന്ത് ചെയ്യുന്നത്, വേഗം തീർത്ത് പഠിച്ചു വെക്കാം. നമുക്ക് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, മാക്സിമം സ്കോർ നമുക്ക് കിട്ടാൻ, മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഫുള്ളായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള PSC നോട്ടിൽ ഉണ്ടായിരുന്നോ സമീന? ഇല്ല ഇല്ല. ഇല്ല, നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് കവറേജ് കൊടുക്കുന്നുണ്ട്. സൈക്കോളജി മാത്രമല്ല, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും അവരുടെ മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ വീക്കർ ഏരിയ, ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ, വാക്യശുദ്ധി, പദശുദ്ധി, മറ്റു അങ്ങനെ ഒരുപാട്. എനിക്ക് മലയാളം അത്രത്തോളം ഇല്ല. ലാസ്റ്റിലേക്ക് ആവുമ്പോ ടെൻഷനും ടൈമില്ലായ്കയും ഒക്കെ കൂടിയുള്ള ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അത് മലയാളം എത്തുമ്പോഴേക്ക് അപ്പൊ ടൈമിന്റെ അതുകൊണ്ട് ഒരു നമ്മൾ കുറവ്. അതിനുള്ള ഒരൊറ്റ വഴിയാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. പിന്നെ വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 3 മണിക്കൂറിന്റെ 6 മണിക്കൂർ എടുക്കാനും പാടില്ല. നമ്മളൊരു ടൈം വെക്കുക. ആ ടൈമിന്റെ ഉള്ളിൽ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യാ, സെറ്റ് ചെയ്യുക. ആ സമയത്തിനുള്ളിൽ എത്ര ചെയ്തു തീർക്കുക അത്ര മതി. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സംഭവത്തെ ഈ ടൈമിനുള്ളിലേക്ക് ഒതുക്കിയെടുക്കാൻ നോക്കുക. നമ്മുടെ വീട്ടിൽ
71 ഇപ്പം കിട്ടിയത്. കഴിഞ്ഞ വർഷം 56 ഓക്കെ ഓക്കെ, നല്ല മാറ്റമുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കണം. നമുക്കിനി UP ഒക്കെ വരാനുള്ളതല്ലേ. അതെ. ഇപ്പം ഇനിയിപ്പോ എത്ര പ്രാവശ്യം എഴുതാൻ വരും? ഇപ്പൊ 35 വയസ്സായി. അത് OBC ആണോ? OBC ആണ്. അപ്പൊ നമുക്ക് 40+ ഉണ്ടാവും. 43 ഉണ്ടോ? അല്ലെങ്കിൽ എന്തെന്നാണ്? 43 ഉണ്ടെന്നാണ്. 42 വരെ എഴുതാൻ തോന്നുന്നു. ആ ആ നമ്മളതൊന്നാണ് നമുക്ക് അടുത്ത കേട്ടറ്റും വേണം, അടുത്ത അതെ. UP വേണം. നമ്മൾ 43 ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, അല്ല, അടുത്തതിൽ അങ്ങോട്ടേക്ക് ഇൻഷാ നമ്മൾ അല്ലാ ചിന്തിക്കണ്ട. എന്തായാലും പിടിക്കണം. അതെ അതെ, നമ്മൾ നമ്മുടെ മുന്നിൽ ആസ് സൂൺ ആസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ചെയ്യണം. സൈക്കോളജി ഒരു വിധം കൈ കിട്ടലുണ്ട്. പക്ഷെ ഇംഗ്ലീഷും മലയാളവും ആണ്. അപ്പൊ അതിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. മലയാളം ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, പഠിക്കാൻ ഇറങ്ങിയാല്. സൈക്കോളജിനെ ഒരേ പോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി ഒന്നും കൂടി ഒന്ന് ഇരിക്കണം. ആ അതാണ് അതെ അതെ, ടൈം നമ്മൾ കിട്ടിയത്. ഈ വാക്യശുദ്ധി, പദശുദ്ധി, ശൈലികളൊക്കെ പഠിച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പാസേജ് റീഡിങ് ആണല്ലോ, അതിൽ അതെ. നമുക്ക് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടോണ് മനസ്സിലാവും. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടോണ് മനസ്സിലാക്കലാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോരോ ഏരിയ എടുക്കുക, എന്നിട്ട് ഇടിക്കുക. ഇപ്പം കവികൾ ഉണ്ടാവും, കഥകൾ, നോവല്, ആ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ എടുത്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കുക. പിന്നെ പദശുദ്ധിയുടെ ഭാഗം പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് PSC നോട്ടിന്റെ ടെലഗ്രാം ചാനലിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പല സോഴ്സുകളിൽ നിന്നും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ കേട്ടർ എക്സാമിലായിട്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ എടുത്ത് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ടഫായിട്ടുള്ള ഭാഗം ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സൈക്കോളജിയും കൊണ്ടുപോവാം. പിന്നെ നമ്മൾ ഈസി ആയിട്ടുള്ള, പക്ഷെ ടഫായിട്ടുള്ളതിന് നമുക്ക് ഇപ്പൊ മറ്റതിന് അരമണിക്കൂറാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, 1.5 മണിക്കൂർ കൊടുക്കണം. എന്നാലേ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഇനി ആർക്കുണ്ടാവും? ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ചാനലിൽ തന്നെ PSC നോട്ടിന്റെ ഈ അക്കാദമിയിൽ തന്നെ ഒരുപാട് കേട്ടിട്ട് റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ടുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കാദമിയിലോട്ടേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടിട്ട് കോച്ചിങ് കൊടുക്കുന്നതും നമ്മുടെ അക്കാദമിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പഠനം അവിടെ തുടങ്ങുകയും ചെയ്യാം. അപ്പൊ ഓക്കെ, ഞാൻ ഓൾറെഡി നെക്സ്റ്റ് ജോയിൻ ചെയ്തായിരുന്നു മാം കഴിഞ്ഞ പ്രാവശ്യത്തെ. ആണോ? ആ ക്ലാസ് ഒക്കെ നന്നായിരുന്നില്ലേ? നല്ലായിരുന്നു. ഈ പ്രാവശ്യം അതാ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഓ, അതിങ്ങനെ 89 പറഞ്ഞ ഭാഗ്യ. ഓക്കെ, 89 പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ. ഭാഗ്യക്ക് ഇത്തിരി ഭാഗ്യത്തിന്റെ കുറവുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് നന്നായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കണം, നമ്മളൊരു പൊസിഷനിൽ എത്തണം. ആരും എന്ത് ചെയ്യരുത്, ജീവിതത്തിൽ നമുക്കൊരു ജോലി ഇല്ലാതായി പോകരുത്. നമ്മുടെ ജോലിയിലേക്ക് നയിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഈവൻ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പോലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷെ അതൊരു ബെസ്റ്റ് ഔട്ട്പുട്ട് ആക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മടിയും വിചാരിച്ചിരിക്കരുത്. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ.